2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങിയ ഇടതുപക്ഷത്തിന് വിജയത്തിൻ്റെ വെണ്ണിക്കൊടി പാറിക്കുവാൻ സാധിച്ചു. ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷം തന്നെ വിജയിക്കുകയും ചെയ്തു. 100 എന്ന സെഞ്ചുറി തികയ്ക്കുവാൻ വേണ്ടി തുടർഭരണത്തിലേക്ക് കാലെടുത്തു വെച്ച പിണറായി വിജയന് 99 എന്ന സീറ്റിലേക്ക് ഒതുങ്ങി നിൽക്കേണ്ടി വന്നു. വിജയം ആ 99-ൽ ചെറുതായൊന്ന് മങ്ങി. അതിന് കാരണം കെ ബാബുവിൻ്റെ വിജയം തന്നെയെന്ന് പറയാം. കാരണം തൃപ്പൂണിത്തുറയിൽ ഇടതുപക്ഷം നിർത്തിയത് തീർച്ചയായും വിജയിക്കും എന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിയായിരുന്നു എം സ്വരാജിനെ. എം സ്വരാജിൻ്റെ എതിർകക്ഷിയായി മത്സരിച്ചത് കെ ബാബു എന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. 5 തവണ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന കെ ബാബുവിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് അത്ര എളുപ്പത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു സന്ദർഭത്തിലല്ലായിരുന്നു. എം സ്വരാജ് ഇടതുപക്ഷത്തിൻ്റെ അത്രമേൽ കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. യുവജനങ്ങൾക്കിടയിലും അല്ലാതെ പൊതുമധ്യയിലും വലിയ സ്വീകാര്യതയുള്ള നേതാവായിരുന്നു. അത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ കരുത്തായി അവർ കണ്ടിരുന്നതും. 100 സീറ്റുകളിൽ 99 പരാജയപ്പെട്ടാലും എം സ്വരാജ് വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. എന്നാൽ വിശ്വാസങ്ങളെല്ലാം തകിടം മറിയുന്നു. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ 992 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ ബാബു വിജയിക്കുകയും എം സ്വരാജ് പരാജയപ്പെടുകയും ചെയ്യുന്നു. 1000-ന് 8 വോട്ടുകൾ മാത്രം കുറവായി കെ ബാബു കഷ്ടിച്ച് വിജയിക്കുന്നു. മത്സരം നടക്കുന്ന വേളയിൽ തന്നെ ശബരിമല ശാസ്താവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രചരണ പരിപാടികൾ നടത്തുന്നുവെന്നും വേദികളിൽ താൻ വിജയിച്ചില്ല എങ്കിൽ ശാസ്താവും വിജയിക്കില്ല എന്ന തരത്തിലേക്കുള്ള പ്രസംഗങ്ങൾ കെ ബാബു നടത്തിയെന്ന പേരിലും തൃപ്പൂണിത്തുറയിലെ പോലീസ് സ്റ്റേഷനിൽ ഇടതുപക്ഷവും എം സ്വരാജും പരാതി സമർപ്പിക്കുന്നു. പോലീസ് പരാതി സ്വീകരിക്കുന്നു. തുടർന്ന് ഹൈക്കോടതിയിലേക്ക് കേസ് പോകുന്നു. ഹൈക്കോടതിയിൽ എം സ്വരാജിൻ്റെ ഹർജി കോടതി സ്വീകരിക്കുന്നു. എന്നാൽ തടസ്സ ഹർജി നൽകിക്കൊണ്ട് ആ ഹർജി സ്വീകരിക്കുവാൻ പാടില്ല എന്ന വാദമുയർത്തിക്കൊണ്ട് കെ ബാബു കോടതിയെ സമീപിക്കുകയും കോടതി അത് തള്ളുകയും ചെയ്തു. ഉടനടി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് കെ ബാബു. അവിടെയും കോടതി ആ ഹർജി തള്ളി. അങ്ങനെ വിധി എം സ്വരാജിന് അനുകൂലമായിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ ഇടതുപക്ഷം നിൽക്കുകയും എന്തായാലും ഇനി കെ ബാബു അധികം നാള് തൃപ്പൂണിത്തുറയുടെ MLA ആയി തുടരില്ല എന്ന ആത്മവിശ്വാസത്തിലുമായിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ തിരിച്ചടിയായത് എം സ്വരാജിനാണ്. എം സ്വരാജിൻ്റെ വാദങ്ങളൊന്നും അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകളൊന്നും ഹൈക്കോടതിയിൽ സമർപ്പിക്കുവാൻ ഇടതുപക്ഷത്തിനോ എം സ്വരാജിനോ സാധിച്ചിട്ടില്ല എന്നായിരുന്നു കോടതിയുടെ വാദം. അതായത് ഹർജിയുടെ ഭാഗമായി എം സ്വരാജ് ഉയർത്തിയ പല വാദങ്ങളിൽ കോടതി അംഗീകരിച്ച അല്ലെങ്കിൽ സ്വീകരിച്ച ഏകവാദം തെരഞ്ഞെടുപ്പ് സ്ലിപ്പിൽ ശബരിമല ശാസ്താവിൻ്റെ ചിത്രം പതിപ്പിച്ചിരുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് താനോ തൻ്റെ പാർട്ടിക്കാരോ നൽകിയതല്ല എന്ന വാദമാണ് കെ ബാബു ഹൈക്കോടതിയിൽ ഉയർത്തിയത്. അല്ല, ഇത് കോൺഗ്രസിന്റെ തന്ത്രപരമായ നീക്കമായിരുന്നു എന്ന് തെളിയിക്കുവാൻ കഴിയുന്ന യാതൊരു തെളിവുകളും എം സ്വരാജിന് കോടതിയിൽ സമർപ്പിക്കുവാനും സാധിച്ചില്ല. ആകെ ഉണ്ടായിരുന്നത് ദൃക്സാക്ഷികളായിരുന്നു. എന്നാൽ ദൃക്സാക്ഷികളുടെ വാദത്തിന് ഉറപ്പ് നൽകുന്ന ഡോക്യുമെന്റുകളൊന്നും തന്നെ കോടതിയിൽ സമർപ്പിക്കുവാൻ ഇടതുപക്ഷത്തിനോ എം സ്വരാജിനോ സാധിച്ചില്ല. അതോടുകൂടി തൃപ്പൂണിത്തുറയുടെ MLA ആയി കെ ബാബുവിന് തുടരാമെന്ന് ഹൈക്കോടതി വിധി പറയുന്നു. തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് കരുതിയിരുന്നത് കെ ബാബുവാണ്. എന്നാൽ ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ തിരിച്ചടി ശരിക്കും നേരിട്ടത് എം സ്വരാജാണ്. ഉയർത്തിയ വാദങ്ങൾക്കൊന്നും ഉതകുന്ന തരത്തിലേക്കുള്ള ഡോക്യുമെന്റുകൾ സമർപ്പിക്കുവാൻ കഴിയാതെ ഹൈക്കോടതിയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കേണ്ട തരത്തിലേക്ക് എം സ്വരാജ് കാലിടറി വീഴുന്നു. എന്തായിരിക്കും ഇനി എം സ്വരാജിന്റെ അടുത്ത നീക്കം? അപ്പോഴും അവിടെ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കെ ബാബു പറയുന്നു സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം പതിപ്പിച്ചു കൊടുത്തത് താനോ തൻ്റെ പാർട്ടിക്കാരോ അല്ല BLOമാരാണെന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ ആര് നിർമ്മിച്ചതാണ് ഈ സ്ലിപ്പ്? ആര് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു സ്ലിപ്പ് ജനങ്ങൾക്ക് നൽകിയത്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. 2021 ജൂൺ 21 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ ബാബുവിൻ്റെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സമർപ്പിക്കുമ്പോൾ ഒടുവിൽ കെ ബാബുവിന് അനുകൂലമാകുന്ന തരത്തിലേക്ക് വിധി വരുമ്പോൾ കെ ബാബു പറയുന്നത് ഇങ്ങനെയാണ്: ഇനിയെങ്കിലും അനാവശ്യ വ്യവഹാരങ്ങൾ ഒഴിവാക്കണം. ജനകീയ കോടതി തീരുമാനിച്ച വിധിയെ അംഗീകരിക്കാത്ത ഇടതുപക്ഷം ഹൈക്കോടതിയുടെ തീരുമാനത്തെയെങ്കിലും അംഗീകരിക്കണം എന്നാണ് കെ ബാബു പറയുന്നത്. തനിക്കെതിരെ എം സ്വരാജ് സമർപ്പിച്ച തെളിവുകളെല്ലാം കൃത്രിമമാണെന്നും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അനാവശ്യമായ വ്യവഹാരങ്ങൾ ഒഴിവാക്കണമെന്നും ജനകീയ കോടതി നൽകിയ വിധി അംഗീകരിക്കാത്ത ഇടതുപക്ഷം ഹൈക്കോടതിയുടെ വിധിയെങ്കിലും മാനിക്കണമെന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഇനി അറിയേണ്ടത് എം സ്വരാജിൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളതാണ്. ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുമോ, അല്ല തനിക്ക് ലഭിച്ച വിധിയെ പൂർണ്ണമായി അംഗീകരിച്ച് ഈ കേസിൽ നിന്ന് പിൻവാങ്ങുമോ എന്ന് അറിയാം. എം സ്വരാജ് പ്രതികരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തുടർ നടപടികൾ എന്താണെന്ന് തിരിച്ചറിയാം.